ഇടിയും തൊഴിയും പ്രാക്കും ശപിക്കലും കരച്ചിലും കെട്ടിപ്പിടുത്തവും പച്ചത്തെറിയുമായി മുന്നേറുന്ന ജനപ്രിയ റിയാലിറ്റി ഷോ ബിഗ് ബോസിന് 8ന്റെ പണിയുമായി എത്തുകയാണ് ഹൈക്കോടതി. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6-നാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഉള്ളടക്കത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം, അതായത് അടിയന്തരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി നിയമവിരുദ്ധതയുണ്ടെങ്കിൽ ഈ പരിപാടിയുടെ സംരക്ഷണം ഉടൻ തടയണം. പ്രശ്നം ഗൗരവതരമാണ് എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. തുടർന്ന് നടൻ മോഹൻലാലിനും ഡിസ്നി സ്റ്റാർസിനും എൻഡമോൾ ഷൈനും നോട്ടീസ് നൽകിയിരിക്കുന്നു. ശാരീരിക ഉപദ്രവം അടക്കമുള്ള നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. ഈ മാസം 25-ന് കോടതി വീണ്ടും ഹർജി പരിഗണിക്കും. അതായത് നിയമലംഘനം കണ്ടെത്തിയാൽ ഈ പരിപാടി നിർത്തിവെപ്പിക്കണമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖും എം എ അബ്ദുൽ ഹക്കീമും വ്യക്തമാക്കിയിരുന്നു. 1995-ലെ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന ഉള്ളടക്കം പ്രക്ഷേപണം ചെയ്യുന്നതിന് നിരോധനമുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അടുത്തിടെ സംപ്രേഷണം ചെയ്ത ഒരു എപ്പിസോഡിൽ സിജോ ജോൺ എന്ന മത്സരാർത്ഥിയെ സഹമത്സരാർത്ഥിയായ റോക്കി ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. ഇതിന് പിന്നാലെ റോക്കിയെ ഈ ഷോയിൽ നിന്നും പുറത്താക്കി. വിഷയം ഏറെ ഗൗരവകരമെന്ന് വ്യക്തമാക്കിയ കോടതി നിയമലംഘനം പരിശോധിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനിടെ ക്യൂർ കമ്മ്യൂണിറ്റിയെ മോശമായി ചിത്രീകരിച്ചെന്നും ബിഗ് ബോസ് ഷോയ്ക്കെതിരെ ഒരു വിമർശനം വന്നിരിക്കുകയാണ്. അതായത് സ്വവർഗ അനുരാഗിയായ മത്സരാർത്ഥിയെ അപമാനിച്ചെന്ന പരാതിയുമായി ദിശ സംഘടന കേരള ബ്രോഡ്കാസ്റ്റിംഗ് കണ്ടന്റ് കംപ്ലയിന്റ് കൗൺസിലിനെ സമീപിച്ചിരിക്കുകയാണ്. മാത്രമല്ല ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പും ഇപ്പോൾ ശ്രദ്ധ നേടുന്നു. ബിഗ് ബോസ് തന്നെ റൂൾ തെറ്റിക്കുന്നോ എന്നാണ് ചോദ്യം. കടുത്ത ആശയക്കുഴപ്പം. ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട ജിൻഡോയും മറ്റ് പവർ ടീമിൽ വരേണ്ടവരും എങ്ങനെ അടുത്ത ആഴ്ച നോമിനേഷനിൽ വരുമെന്ന ആശങ്കയാണ് ഈ കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. ബിഗ് ബോസ് ആരെയാണ് സേവ് ചെയ്യാൻ നോക്കുന്നത്? വിഷു എപ്പിസോഡ് കളർഫുൾ ആക്കാൻ നിയമങ്ങൾ കാറ്റിൽ പറത്തി ബിഗ് ബോസ് വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് ബിഗ് ബോസ് ആരാധകൻ ഫേസ്ബുക്കിലൂടെ പറയുന്നത്. ക്യാപ്റ്റനെയും പവർ ടീമിൽ വരുന്നവരെയും നോമിനേഷനിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ശ്രീ മോഹൻലാലിനോടുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. കാരണം എല്ലാവരും ആഗ്രഹിച്ചതാണ് അങ്ങ് ഇവരോട് ഇതൊന്ന് ചോദിക്കണം, വ്യക്തമാക്കണം എന്നുള്ളത്. ജിബ്രിക്ക് വയറ് നിറച്ച് കിട്ടി, അണ്ണാക്കിൽ പിരിയെന്നല്ലാതെ അണ്ണാക്ക് തന്നെ മിസ്സായിപ്പോയി. ജാസ്മിനും നിലപാട് വ്യക്തമാക്കി, എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ഇത്രയും പവിത്രമായ ഒരു നന്മ നിറഞ്ഞ ഒരു ബന്ധമായിരുന്നു ഇതെന്ന് ഇപ്പോഴെങ്കിലും വെളിപ്പെടുത്തിയതിൽ നന്ദിയെന്നും ഈ കുറിപ്പിൽ പറയുന്നു. അതായത് പ്രണയത്തിലേക്കോ മറ്റ് വിചാരങ്ങളിലേക്കോ വഴുതി വീഴാതെ വളരെയധികം കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് രണ്ടുപേരും കൂടി ഇത്രയധികം രാസലീലകൾ നമ്മളെ കാണിച്ചു തന്നതെന്ന് അറിഞ്ഞതിൽ സന്തോഷിക്കുന്നുവെന്നും ഇദ്ദേഹം പറയുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ള മാതാപിതാക്കൾക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ കട്ടിലിൽ പോയിരുന്ന് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞുവാവ കളിക്കുകയാണ്. ഫുഡ് വേണ്ട എന്ന് പറയുന്നവരോട് രണ്ടാമത് പറയാൻ പോകണ്ട, ഫുഡ് വേണ്ടെങ്കിൽ വേണ്ട എന്ന തീരുമാനം ഒരു ഓർഡറായി തന്നെ ഇറക്കിയത് പവർ ടീമായിരുന്നു. പക്ഷേ മൂട് താങ്ങി ഗ്രൂപ്പിലെ ഓരോരുത്തരും കുഞ്ഞുവാവ മാമുണ്ണ് എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയാണ്. അവർക്ക് പിന്നെ അടുപ്പിലുമാകാമല്ലോ അല്ലേ എന്നും, നീ കരയല്ലടാ ജിൻഡോ, നീ ആൺപിള്ളരെ പോലെ മുഖത്ത് നോക്കടാ ജിൻഡോ, നീ പോടാ കൊച്ചെറുക്ക, നീ ആൺപിള്ളരെ കണ്ടിട്ടുണ്ടോ ജിൻഡോ എന്നിങ്ങനെ, നീ ആൺപിള്ളരെ കണ്ടിട്ടുണ്ടോടാ ജിൻഡോ എന്നിങ്ങനെ പ്രൊവോക്കേഷന്റെ അങ്ങേയറ്റം പലതും പലതവണ വെറും ഷോ കാണിക്കാനായി മറ്റു മൂട് താങ്ങികളുടെ പിൻബലത്തിൽ തള്ളിമറിച്ച കാട്ടുകോഴി രായാവ് നിന്നെടുത്ത് നിന്ന് ആവിയായി പോയി വിലമതിക്കാനാകാത്ത നിമിഷങ്ങളാണ് കടന്നുപോയതെന്നും ഈ കുറിപ്പിൽ പറയുന്നു. ജാസ്മിൻ വൃത്തിയായി കൈകഴുകി നല്ല കുട്ടിയായി. ആ വിഷയം കറക്റ്റായി അൻസിബയും ഋഷിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പുതിയ ഓസ്കാർ ലെവൽ തള്ളിമറിക്കലുമായി കാണാം 24/7 ലൈവ് എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.